CPM-ൽ ചർച്ചയായ കത്ത് ചോർച്ചാ വിവാദത്തിന് പിന്നിൽ പാർട്ടി നേതൃത്വത്തിലെ ചിലരുണ്ട് എന്ന ആക്ഷേപം ഉയരുമ്പോഴും സംസ്ഥാന സെക്രട്ടറിയെ പ്രതിരോധിച്ച നേതാക്കൾ. അതേസമയം ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയ്ക്ക് എങ്ങനെ സംരക്ഷണം കിട്ടിയെന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് ഉത്തരമില്ല. 2022 മുതൽ വിവിധ ഘട്ടങ്ങളിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി കിട്ടിയിട്ടും മധുര പാർട്ടി കോൺഗ്രസിൽ എങ്ങനെ ഇദ്ദേഹം പ്രതിനിധിയായെന്ന ചോദ്യമാണ് പാർട്ടിയെ കുഴയ്ക്കുന്നത്. രാജേഷ് കൃഷ്ണ സർക്കാർ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഇത് ഇന്നലെ AKG സെന്റർ പുറത്തുവിട്ട കത്താണ്. MV ഗോവിന്ദനോട് ആദരവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 2024 മെയ്യിൽ മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾക്ക് അയച്ച കത്താണിത്. പാർട്ടിയുടെ ഇരുമ്പുപറ ഭേദിച്ച് ഈ കത്ത് പുറത്തുവിടാൻ എന്തുകൊണ്ട് നേതൃത്വം നിർബന്ധിതമായി എന്ന് ചിന്തിച്ചാൽ തന്നെ വിവാദം എത്ര വലിയ ആഘാതമാണ് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാകും. കത്ത് പുറത്തുവിട്ടും സംസ്ഥാന സെക്രട്ടറിക്ക് സംരക്ഷണമൊരുക്കിയും വിവാദത്തെ പ്രതിരോധിക്കാൻ നല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പാർട്ടി പുറത്തുവിട്ട കത്ത് തന്നെ നേതൃത്വത്തെ തിരിഞ്ഞുകൊത്തുന്നതാണ്. 2024 പരാതി കിട്ടിയിട്ടും 25-ലെ പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണ എങ്ങനെ പ്രതിനിധിയായി എന്ന ചോദ്യമാണ് നേതൃത്വത്തിന് നേരെ ഉയരുന്നത്. അതിനാകട്ടെ ഇപ്പോഴും ഉത്തരമില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. രാജേഷ് കൃഷ്ണയെ അറിയില്ല എന്ന് ഈ ആരോപണ വിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറി പ്രതിരോധിക്കാൻ നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറുമായിട്ട് സംസ്ഥാന നേതാക്കൾക്ക് ഒരാൾക്ക് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. തിരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് കത്ത് ചോർച്ചാ വിവാദമെന്ന ആക്ഷേപവും CPM ഉയർത്തുന്നുണ്ട്. ഈ കത്ത് വിവാദവും അല്പായുസ് മാത്രമുള്ള ഒരു കാര്യമായി കെട്ടടങ്ങും. പരാതിയെക്കുറിച്ച് EP ജയരാജൻ വിളിച്ചന്വേഷിച്ചിരുന്നതായി മുഹമ്മദ് ഷർഷാദ് സ്ഥിരീകരിച്ചു. അതായത് EP ജയരാജൻ ഈ അടുത്ത് മാത്രമാണ് ചോദിച്ചത്, നിങ്ങൾ എന്തോ ഒരു സംഗതി ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നുണ്ടല്ലോ, എന്തോ ഒരു കത്ത് കോടതിയിൽ പോയ എന്താ അത് വിഷയം ചോദിച്ചു. അപ്പൊ ഞാൻ സഹായിന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് എന്താ ഉള്ളടക്കം അറിയണം. രാജേഷ് കൃഷ്ണയുമായുള്ള അടുത്ത ബന്ധമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ കാരണമെന്ന ആക്ഷേപമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഉയരുന്നത്. 24 തിരുവനന്തപുരം.